സാറ്റർഡേ ചിന്നുവിനെ സ്കൂളിൽ പറഞ്ഞു വിട്ടിട്ട് രാവിലെ 9 മണിക്കുള്ള ഷോയിൽ ഞാൻ പോവാണ്. കളം കാവല് കാണാനാണ് പോകുന്നത്. ട്രാഫിക് ഉണ്ടായിരിക്കും എന്ന് വിചാരിച്ച് നേരത്തെ ഇറങ്ങി ഞാൻ ഗൂഗിളിയായി. കാരണം ട്രാഫിക് അധികമൊന്നും ഇല്ലായിരുന്നു. പെട്ടെന്ന് തന്നെ ഫീനിക്സ് മോളിന്റെ അടുത്ത് വരെ എത്തി. ഞാൻ എത്ര ടൈം അഡ്ജസ്റ്റ് ചെയ്ത് ഇറങ്ങിയാലും ഒരിടത്ത് നേരത്തെ എത്തും. താമസിച്ചെത്തുന്നത് എനിക്ക് ഇഷ്ടമില്ല. നേരത്തെ ഇറങ്ങണമെന്ന് വിചാരിച്ച് ഞാൻ കുറച്ചുകൂടെ നേരത്തെ അങ്ങ് ഇറങ്ങും. ഞാൻ കാൽക്കുലേറ്റ് ചെയ്യുന്ന ട്രാഫിക് മിക്കവാറും തെറ്റായിരിക്കും. എവിടെ വേണമെങ്കിലും പാർക്ക് ചെയ്യാം, അത്ര ഫ്രീ ആയിരുന്നു. പക്ഷെ എനിക്ക് ചില കംഫർട്ടബിൾ സ്പോട്ട്സ് ഉണ്ട്, അവിടെ തന്നെയാണ് ഞാൻ കൊണ്ട് പാർക്ക് ചെയ്യുന്നത്. അപ്പൊ അവിടെ കൊണ്ട് പാർക്ക് ചെയ്ത് ഇനി അരമണിക്കൂറുണ്ട് മൂവി സ്റ്റാർട്ട് ചെയ്യാൻ. ലാസ്റ്റ് വീക്കെൻഡ് പോലെ തന്നെ ഈ വീക്കെൻഡിലും സാറ്റർഡേ മോർണിംഗ് ഷോസിന് ആരും വന്നിട്ടില്ലായിരുന്നു. ഇവൻ മോളിൽ തന്നെ എന്തൊരു അലാം മുഴങ്ങുന്ന കാരണം ഭയങ്കര സൗണ്ട് ആയിരുന്നു. ഏതായാലും ഞാൻ ചെവി പൊത്തിപ്പിടിച്ച് ഓടിയാണ് മുകളിലോട്ട് പോയത്. നല്ല ഡെക്കറേഷൻസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ക്രിസ്മസ് ട്രീ അലങ്കരിച്ച് വെച്ചേക്കുന്നുണ്ട്. എന്ത് ഭംഗിയായിട്ട് അവർ ചെയ്തിട്ടുണ്ട്. കുറെ സെയിലും ഇവിടെ നടക്കുന്നുണ്ട്. പക്ഷെ ഞാനിവിടെ ഒന്നും പർച്ചേസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. ഏതായാലും തിയേറ്ററിന്റെ അകത്തോട്ട് നടക്കുകയാണ്. ആരും തന്നെ ഇല്ല എന്ന് പറയാം. ആകെ 1-2 പേര് അവിടെ ഇവിടെയൊക്കെ നിൽക്കുന്നേ ഉള്ളൂ. ഐമാക്സിന്റെ അവിടെ എത്തിയപ്പോഴത്തേനും എസ്കലേറ്റർ അവിടെയും ഓൺ ചെയ്തിട്ടില്ല. നടന്നു കയറി. ഈവൻ മൂവി തുടങ്ങുന്ന സമയത്ത് പോലും അധികം ആൾക്കാർ അകത്തില്ലായിരുന്നാണ് കണ്ടത്. മമ്മൂട്ടിയുടെ മൂവി ആയിട്ട് പോലും എന്തുകൊണ്ടാണ് തിരക്കില്ലാത്തതെന്ന് ഞാൻ വിചാരിക്കായിരുന്നു. കാരണം മമ്മൂട്ടി എല്ലാവർക്കും പൊതുവെ ഇഷ്ടമാണല്ലോ, നല്ല ഫാൻ ബേസ് ഉള്ളൊരു നടനാണ്. എന്നിട്ട് പോലും ഇത്രയും തിരക്ക് കുറഞ്ഞ സമയം ഞാൻ കണ്ടിട്ടില്ല. ഏതായാലും മൂവി തുടങ്ങിയപ്പോഴാണ് അവർ ഓപ്പൺ ചെയ്തത് തിയേറ്റർ. ഞാൻ അകത്തോട്ട് കയറി എന്റെ സീറ്റ് കണ്ടുപിടിക്കുകയാണ്. എന്റെ അടുത്തൊന്നും ആരും തന്നെ ഇല്ലായിരുന്നു. മൂവി നല്ലതായിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടു. വൺ ടൈം വാച്ച്. പക്ഷെ കുട്ടികളെ കാണിക്കാൻ കൊള്ളാത്തൊരു മൂവി ആയിട്ടാണ് എനിക്ക് തോന്നിയത്. അതുകൊണ്ട് ചിന്നുവിനെ കൊണ്ടുവരാത്ത നന്നായി തോന്നി. മൂവി കഴിഞ്ഞ് ഞാൻ പെട്ടെന്ന് വീട്ടിലോട്ട് പോവാണ്. എനിക്ക് നല്ല വിശക്കുന്നുണ്ട്. അപ്പൊ ഞാൻ പെട്ടെന്ന് തന്നെ വീട്ടിൽ പോയിരുന്നു. അത് കഴിഞ്ഞിട്ട് വീട്ടിലെത്തി ഞാൻ ലഞ്ചിന്റെ ലെഫ്റ്റ് ഓവർ ഉണ്ടായിരുന്ന കഴിച്ചു. അത് കഴിഞ്ഞിട്ട് എനിക്ക് ഒരു ആഗ്രഹം, എയർ ഫ്രയറിൽ ഒരു കേക്ക് ഉണ്ടാക്കണം. ഇതിന് മുന്നത്തെ ആഴ്ച ഞാൻ ട്രൈ ചെയ്തു, ഫ്ലോപ്പ് ആയി പോയി. ഒട്ടും തന്നെ പൊങ്ങിയില്ല കേക്ക്. ഇന്ന് എന്തായാലും ഞാൻ വിശദമായിട്ട് തന്നെ കേക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അതിനായിട്ട് ഞാനൊരു ചോക്ലേറ്റ് കോഫി ഫ്ലേവർ ഉള്ളൊരു കേക്കാണ് ഞാൻ ട്രൈ ചെയ്യുന്നത്. ബാറ്ററൊക്കെ ഉണ്ടാക്കി വെച്ചു. ബജാജിന്റെ ഈ ഒരു ബ്ലെൻഡറാണ് ഞാൻ യൂസ് ചെയ്തത്. ഇതിന്റെ അകത്ത് ഒരു ബ്ലേഡേ കാണുന്നുള്ളൂ. മറ്റേ ബ്ലേഡ് നമ്മുടെ മെയ്ഡ് കഴുകിയിട്ട് എവിടെയോ സുരക്ഷിതമായിട്ട് വെച്ചിട്ടുണ്ട്. എനിക്ക് കിട്ടിയില്ല. ബ്ലെൻഡ് ചെയ്തുകൊണ്ട് വീഡിയോ എടുത്താണ്. അപ്പം കേക്ക് ഈ ഒരു മിക്സിക്കും രുചിക്കാൻ പറ്റിയിട്ടുണ്ട്. ഞാനൊരു കേക്ക് ടിൻ ഇവിടെ ഗ്രീസ് ചെയ്ത് ഡസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇതാണല്ലോ ഗതി. ഇതാണ്ട് സ്പാറ്റിൽ അകത്ത് കിടക്കുന്നു ബാറ്ററിന്റെ. അപ്പൊ ഞാൻ ഇതെടുത്ത് എയർ ഫ്രയറിലോട്ട് വെക്കുകയാണ്. എൻ്റെ എയർ ഫ്രയർ അത്ര അഡ്വാൻസ്ഡ് ഒന്നുമല്ല. ഇത് 35 മിനിറ്റ് ഒക്കെ വെക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ ഏതായാലും 20 മിനിറ്റ് വെച്ചിട്ട് പിന്നെ നോക്കി ചെയ്യാമെന്ന് വിചാരിക്കുന്നു. കേക്ക് എന്തായെന്ന് തുറന്നു നോക്കാം. കേക്കാണ് ഉണ്ടാക്കാൻ നോക്കിയത്, പക്ഷെ അത് ആയി വന്നിരിക്കുന്നത് ബ്രൗണിയാണ്. അടുത്ത് കമഴ്ത്തിയപ്പോഴത്തേനും ഇങ്ങനെയാണ് വന്നത്. ഇത് ശരിക്കും ഒരു ബ്രൗണിയുടെ കൺസിസ്റ്റൻസിയാണ്. കേക്കിന്റെ അത്രയും സോഫ്റ്റ് അല്ല. ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. ഇനി തണുത്തിട്ട് കഴിക്കാം. അപ്പൊ അത്രേ ഉള്ളൂ ഇന്നത്തെ വ്ളോഗ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.